ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണത്തിന് വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കാവുന്ന 2 ടീ ടൈം സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്, ഉള്ളിവടയും പഴംപൊരിയും. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉള്ളിവട ഉണ്ടാക്കുവാനായി നമ്മൾ 4 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കുക. സവാളയിൽ നിന്ന് വെള്ളമെല്ലാം നന്നായിട്ട് പുറത്തേക്ക് വരണം. ഒരു 15 മിനിറ്റെങ്കിലും നന്നായിട്ട് ഞെരടി കൊടുക്കാം. സവാളയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്. ഇതെല്ലാം കൂടെ നമുക്ക് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിവട നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് വീണ്ടും ചേർത്ത് കൊടുക്കാം. കടലമാവിന് പകരം മൈദ ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. സവാളയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. 1/2 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിവടയ്ക്ക് ആവശ്യമായിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ചേർന്ന് നിൽക്കുന്ന പാകത്തിന്, അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുൻപായി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു പാനിൽ ചൂടാക്കാൻ വയ്ക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ നിന്ന് ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. ഇനി ഇത് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡെല്ലാം നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കട്ടി പാടില്ല, പാകം നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ ട്രിപ്പ് വട അവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കി വടയും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പഴംപൊരി ഉണ്ടാക്കുവാനായി നമ്മളിവിടെ 4 നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പഴത്തിന് നമ്മൾ 3 ആയിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒരുപാട് കനമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അധികം കനമില്ലാത്ത 3 പീസായിട്ട് നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി പഴം കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പഴം എല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കപ്പിൽ 1.5 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനാണ് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലൊരു കളർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് എള്ള്. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് പാകത്തിനുള്ള ബാറ്ററാക്കി നമുക്ക് എടുക്കാം. ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. ഒരു ഇഡ്ലിമാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് പാടുള്ളൂ.
ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മൂന്നെണ്ണം നമ്മളിത് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 വശവും നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യത്തെ ട്രിപ്പ് പഴംപൊരി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പഴവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ സ്വീറ്റ് ആൻഡ് സ്പൈസി ടീ ടൈം കോംബോ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബായ്.